ഡേ 2 ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഡ്യൂട്ടി, ഇന്ന് ഏർലി മോർണിംഗ് ഡ്യൂട്ടിയാണ്. 7 മണിക്കാണ് രാവിലെ നീറ്റ് ഫ്രഷായി ഡ്യൂട്ടിക്ക് പോകണം. ഇന്നലെ വന്ന് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി. കുറച്ച് നേരം കൂട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചു തോന്നിയിട്ട് അന്ന് ഞാൻ വ്ളോഗിലെടുത്ത് നോക്കാം. അപ്പം ഇന്നിതാ പതിവ് പോലെ രാവിലെ നീറ്റ് സെയിം സ്ഥലത്ത് കൊടുക്കാൻ നടന്നു. സെയിം ലൈക്ക് അവിടെ കുറച്ച് പേര് ഇതാ ഡ്യൂട്ടിക്ക് പോകുന്നു. അതുപോലെ കുറച്ച് പേരും അവിടെ നിന്ന് ഇങ്ങനെ വരും. അത് മൊയ്തു നമ്മളെ കൂട്ടുകാരനാണ്, സൂപ്പർവൈസറാണ്. അവൻ ചിൽഡ്രൻസിൻ്റെ സൂപ്പർവൈസർ. ഒന്നും വേണ്ട, അതപ്പോൾ എഗെയിൻ ചായ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ദിവസം എത്ര ചായ കുടിക്കുന്നുണ്ടെന്ന് ഒരു കണക്കില്ലാതായി. ഈ ചായ കുടിക്കുന്നതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ മന്ത്ലി അതന്നെ വലിയൊരു തുകയായി. ചായ 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 ഡ്യൂട്ടിക്ക് കയറാനായിട്ട് മുന്നൊരു ചായ, ഡ്യൂട്ടി കഴിഞ്ഞിട്ടൊരു ചായ, എടുക്കാനായിട്ട് മുന്നൊരു ചായ. ഒന്നും ഉണ്ടാക്കുന്നില്ല, പുറത്ത് പോയി ചായ കുടിക്കുക. ഇതിവിടെ അടുത്തുള്ളൊരു കട തന്നെ കേട്ടോ, മുനീർക്ക തട്ടുകട. നമ്മളെ ഷോപ്പിൽ പോണവിടെ തന്നെയാണ്. ഈ ടൈമായി. ഇന്നലെ പോയവിടെ തന്നെ ഇന്നലെ പരിചയപ്പെടുത്തിയില്ല ഒരു ചായക്കട, അവിടെ തന്നെ ഞാൻ ഡെയിലി പോവാറ്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എന്താ അത് കഴിക്കണം. ചൂടൊരു രക്ഷയില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് വെക്കുമ്പോൾ നല്ല സുഖമാണ്, എ സി ആണ്. ഔട്ട് സൈഡ് ഭയങ്കര ചൂടാണ് കേട്ടോ. ഇന്ന് ഉച്ചക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? ആ, കറികൾ മീൻ പൊരിച്ചത് അപ്പൊ ഇന്ന് ബീഫ് ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോ ഈവനിങ് ഉണ്ടാവും കേട്ടോ. നെയ്ച്ചോറാ, ബീഫ് കറിയാ, ബീഫ് റോസ്റ്റ് ഒക്കെ. ഇന്ന് ഇഡ്ഡലി സെറ്റ് കേട്ടോ. എല്ലായാലും മിക്സ് ആക്കിയിട്ട് തന്നിട്ട് ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്, ചമ്മന്തി ഒക്കെ ഇതിൽ ഒഴിച്ചിട്ടാണ് തന്നത്. ചായ ഫുഡ് കഴിച്ചിട്ട് ചായ കുടിക്കുമ്പോൾ സുഖം വേറെയാണ്. ഞാൻ ചായ കൂടി നിർത്തിയാലെന്ന് ആലോചിക്കുന്നത്. കുറേ ദിവസമായി ഞാൻ പറയുന്നു എൻ്റെ മനസ്സിനോട്, പക്ഷെ നിർത്താൻ കഴിയുന്നില്ല. എന്താണെന്നറിയില്ല, ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും കടയുള്ള ആൾക്കാർ വരും, അടാ ചായ കുടിക്കണില്ലേ, നമ്മളങ്ങ് മേടിച്ചു പോവും. ആണ് ഇവിടുത്തെ രീതി. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നിരത്തുണ്ടോ. ഇവിടെ ആദ്യം ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഇവിടെ നിലം ഭൂമിയായിരുന്നു. അത് നികത്തിപ്പോൾ കട്ട വിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ പാർക്കിങ് വരുമായിരുന്നു. ഓൾറെഡി അവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പറഞ്ഞാൽ ഇവിടുത്തെ ബാക്ക് സൈഡാണ്. ഇവിടെ ഒരു തറ പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ വന്നിരിക്കുക, മരമൊക്കെ ഉണ്ട്. ആകെ കൂടി തണലുള്ള ഏരിയ കൊണ്ട്. ബാക്കിയുള്ളടത്തൊക്കെ നിങ്ങൾ കണ്ടില്ലേ, എന്താ വെയിൽ, ഒന്നൊന്നര വെയില. ഒരു 5-10 മിനിറ്റ് ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് നേരെ ഷോപ്പിൽ പോകും. ഷോപ്പ് ഇതാ ഇവിടെ നോക്കി കാണാം, നെക്സ്റ്റോ കാണുന്ന കാര്യം. ഈവനിങ് ഒക്കെ ആയി തന്നെ ഇവിടെ നിറച്ച ആൾക്കാരാണ്. കുറേ കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ടാവും, കുറേ ഫാമിലി ഇവിടെ ഇരിക്കുന്നുണ്ടാവും. കുറച്ച് പേര് അവിടെയൊക്കെ ഫാമിലീസാണ് താമസം. ഇപ്പം ആരും ഉണ്ടാവില്ല. നൈറ്റാണ് ആളുകൾ എല്ലാം കഴിഞ്ഞ് വരുമല്ലോ, വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര തിരക്കാവും ഇവിടെ. ഉച്ച ഷിഫ്റ്റായി. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇനി നേരെ ഭൂമിക്കാണ്. അതിന് മുന്നേ നമ്മൾ കൂട്ടുകാരൻ റോളമാളുടെ അവിടെ ഉണ്ട്. ഫോനൊന്ന് മീറ്റ് ചെയ്യണം. അവർക്ക് ഇന്ന് ഓഫാണ്. അവർക്കൊക്കെ വീക്കെൻഡ് ഓഫാണ്, സാറ്റർഡേ സൺഡേ. ഫോനൊന്ന് കാണണം. പിന്നെ ഇനി രാത്രി കയറുന്നുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഉറങ്ങുന്ന റൂമിൽ പോയിട്ട്, അല്ലെങ്കിൽ പുറത്ത് പോകാണെങ്കിൽ പുറത്തൊക്കെ ഒന്ന് പോകും. ക്ഷീണമുണ്ട്. ലീവുള്ള ദിവസങ്ങളിൽ ഇന്നാണല്ലോ, നമ്മൾ അറിയുന്നവർക്കൊക്കെ ഇന്നാണ് ലീവ്. കിട്ടുന്ന ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാം അവരുടെ കൂടെ. ഇതാണ് റോള സ്ക്വയർ, ഇതാണ് റോള മാൾ കേട്ടോ. ഈ മാളിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ വേറൊരു ലോകമാണ്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറേ ഡ്രസ്സ് കട ഉണ്ട്, കുറേ മൊബൈൽ ഷോപ്പ് ഉണ്ട്. പണ്ടത്തെ ഹോൾസെയിൽ മാർക്കറ്റ് ഏരിയ ആണ് ഇതൊക്കെ, റോളത്തെ ടൗണിൽ. നല്ല പഴക്കമുള്ളൊരു മാളാണിത്. റോള മാൾ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൂട്ടുകാരൻ. അതിൻ്റെ ഉള്ളിൽ കയറിയുള്ള കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവനെ കാണാനാണ് ഞാൻ വന്നത്. ശരി ശരി തിരൂർ വേഗം എടുത്തല്ലോ മോനെ, എനിക്ക് വേറെ മൂടാട്ടാ. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി കാണിക്കാന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കാണിക്കണ്ടേ? ഈ അപ്പത്തിന് ഇറങ്ങിയില്ലേ, ചുള്ളനായിണ്ടല്ലോ. ഉള്ളിൽ ഫുള്ള് മൊബൈൽ ഷോപ്പും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ജസ്റ്റ് ഞങ്ങൾക്ക് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം.
അടി എന്തിന് കോഴ്സും കാര്യങ്ങളും ആക്കെ അപ്ലോഡ് ആവും. ആ ഇവിടെ വന്ന് നിങ്ങൾക്ക് എന്തും കിട്ടും നല്ല റേറ്റിന് കേട്ടോ. ഓ പുറത്തുനിന്ന് ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ നല്ല സുഖം. AC ആണ്. അത്ര പ്ലെയിന് ഇതിൻ്റെ ഉള്ളിൽ ഒരു ലോകമാണ്. എല്ലാം കിട്ടും. മൊബൈലിനെങ്കിൽ മൊബൈൽ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല. ഇതിനകത്ത് കയറി പിന്നെ ഫുള്ള് ആളുകളുണ്ട്. പിന്നെ കുറേ ഡ്രസ്സ് കട ഉണ്ട്, പിന്നെ വാച്ചിൻ്റെ ഏരിയ ഉണ്ട്. എന്താ പറയാ, ഭയങ്കര രസമാണ്. ഇതും കൂടാതെ ഇതിൻ്റെ മേലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മേലെ ഒരു ഹെൽത്ത് സെൻ്ററും കൂടി ഉണ്ട്. ഇതിനുള്ളിൽ എന്താ പറയുക, ഇല്ലാത്തൊന്നുമില്ല. എല്ലാ സ്റ്റോറിലും ഓരോ കടകളാണ്. ഫാർമസിൻ്റെ ഹെൽത്ത് സെൻ്റർ ഉണ്ട്. ഇനി ഇതിൻ്റെ മേലൊക്കെ ഉണ്ടോ? അതിൻ്റെ മേലൊക്കെ ഒന്നും കൂടി ഉണ്ട്. മൊത്തം 5 ഫ്ലോറാണ് ഉള്ളത്. ഞാൻ തന്നെ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ വിസിറ്റ് ചെയ്തിട്ടില്ല. 1-2 തവണ വന്നിട്ടുള്ളൂ. ഇന്നാണെങ്കിൽ ഈ ഫ്ലോറിൽ തന്നെ ഞാൻ വരുന്നത് കേട്ടോ. ഇത് ബെടാ ബായ് ശരി. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ഇതിനുള്ളിലൊരു ഹോട്ടലുണ്ട് കേട്ടോ. അമാൽ കഫ്തേരിയ എന്ന് പറഞ്ഞിട്ട് നല്ല ഫുഡാണ്. ഇവിടെ അങ്ങനെ ഒരുപാട് അറിയാത്ത കുറേ ഹോട്ടലുണ്ട്. അങ്ങനെ ഫേമസ് ഒന്നല്ല പുറത്തേക്ക്. പക്ഷെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞ് കേട്ട് നമ്മളിങ്ങനെ വരും. ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ ഫുഡ് ഇങ്ങനെ ട്രൈ ചെയ്യും. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇവിടെ വരാറുണ്ട്. ഇപ്പം ഇന്ന് ഉച്ചയായതുകൊണ്ട് ഇവിടെ എന്താ കിട്ടുക നോക്കുക, അത് കഴിച്ച് നോക്കാം. ചോറ് ഓർഡർ ചെയ്ത് ചോറ് വന്ന് നല്ല ഉപ്പേരി ഉണ്ട്, മീൻ പൊരിച്ചുണ്ട്, പപ്പടം ഉണ്ട്, നല്ല മോട്ടർ റൈസ് ഉണ്ട്, അതുപോലെ മോര് കറി ഉണ്ട്, പരിപ്പ് കറി ഉണ്ട്, മീൻ കറി ഉണ്ട്. സെറ്റ് തന്നെ. ഓർഡർ ചെയ്ത നെയ്ച്ചോറും ബീഫ് കറിയും കേട്ടോ. അടിപൊളിയാണ്. നല്ല അടിപൊളി ബീഫ് കറി ഉണ്ട്, നെയ്ച്ചോറും ഉണ്ട്. ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് അവിടെ പള്ളിക്കെട്ടും അങ്ങനെ കുറേ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ട്. നാളെ ചോറ് കഴിച്ചു. ഇവർ കാസർഗോഡുള്ളവരട്ടോ. കാസർഗോഡ് ഓഡിയൻസാണ്. അവിടെ മൊത്തം കാസർഗോഡ് ആൾക്കാരാണ്. നല്ല രസമാണ് അവരെ സംസാരം, സ്ലാങ്. ഈ കാണുന്ന കേട്ടോ റോള മാർക്കറ്റിൻ്റെ ഒരു വശം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ ഒരുപാട് ചെറിയ കടകളുണ്ട്. അവരൊക്കെ ഹോൾസെയിലേഴ്സും റീറ്റെയിൽസും ഒക്കെ ഉണ്ട്. ഹോൾസെയിലും കിട്ടും, റീറ്റെയിലും കിട്ടും. ആ രീതിയിലാണ് ഓരോ സെയിലിംഗ് ഒക്കെ നടക്കുന്നത്. നമ്മൾ പോലെ അറിയാത്തൊരു ലോകമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പണ്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു മാർക്കറ്റ് ആയിരുന്നു. ഇപ്പോൾ ആ മാർക്കറ്റ് ഇടിഞ്ഞിട്ടൊന്നുമില്ല. അത്യാവശ്യം ഷോപ്പുകളുണ്ട്. കോമ്പറ്റീഷനാണ് ഇവിടെയൊക്കെ. കോമ്പറ്റീഷൻ സെയിൽ. പിന്നെ അതുപോലെ അതാണ്ടോ അവിടെ കുറേ റോസ്റ്ററി ഉണ്ട്, ബാഗ് കാര്യങ്ങൾ, ടോയ്സ്, എന്തോ അപ്പം ഉമ്മും അപ്പല്ലാത്തൊക്കെ ഇവിടെ കിട്ടും. അതിനെ കൊണ്ട് തോറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തിട്ട് നേരം കളഞ്ഞ. നല്ല ചൂടത്താണ് ഈ ഫോട്ടോ എടുക്കുന്നത്. എന്താണെന്നറിയോ, ഓനക്കെന്നെ ലീവാ. അപ്പോൾ കണ്ടമാനം ഫോട്ടോസ് ഇങ്ങനെ എടുക്കുന്നേ. അല്ല ഏതെങ്കിലും ഒന്ന് നേരെ എന്ത് മറ്റേ ശരിയല്ല ഈ ശരിയല്ല, അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഓക്കെ ആക്കി കൊടുത്തിട്ട് ഇനി സ്റ്റോറി വരുന്ന കണ്ടോ. അങ്ങനെ ഒരുപാടാണ്ട് പോയി. ഓൻ്റെ കൂടെ നിന്ന് ഫുൾ ഫുഡൊക്കെ കഴിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. നല്ല വെയിലാണ്. ആ വെയിലത്താണ് ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാൻ നല്ല ഫോട്ടോസ് ഇതൊക്കെ. ഞാൻ യൂണിഫോമിലല്ലേ. ഞാൻ റൂമിൽ പോയി. പിന്നെ ആ റൂമിൽ പോയിട്ട് ഉറങ്ങണം. ഉറക്കങ്ങനെ കണ്ണു പോന്നിട്ടിരിക്കുന്നു കേട്ടോ. എൻ്റെ ഡ്യൂട്ടിക്ക് ഇതാ പോകുന്നത്. സമയം ഇവിടുത്തെ ഒരു 8 മണിയായി. നാട്ടിൽ 9:30 ഇനിയിപ്പോൾ ക്ലോസ് ചെയ്യുന്നവരുണ്ടാവും. സൺഡേ ആണ്, വീക്കെൻഡാണ്. അത്യാവശ്യം തിരക്കുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. തിരക്കുണ്ടാവാറുണ്ട്, സെയിലുണ്ടാവാറുണ്ട്. ഈ ടൈമായ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ക്രൗഡാണ്. ഈ റോട്ടിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പം അടുത്ത് വന്നൊരു റെസ്റ്റോറൻ്റ് കേട്ടോ. ഇവിടെ നല്ല മന്തിയും ബിരിയാണിയും ഒക്കെ കിട്ടും. ഞാൻ കയറി നോക്കിയിട്ടില്ല. നെക്സ്റ്റ് ടൈം ഞാൻ അവിടെ കയറി ഫുഡ് കഴിക്കണം കേട്ടോ. നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇനി നേരെ റൂമിലോട്ട്. നാളെ ആഫ്റ്റർനൂൺ ഡ്യൂട്ടിയാണ്, ഉച്ചക്കാണ്. അപ്പം ഇനി പോവുക, നേരെ ഫുഡ് കഴിക്കുക, കെടുത്തൊക്കെ ലേറ്റാവും ചിലപ്പോൾ. റൂമിലെത്തിയതിന് റൂംമേറ്റ്സിനൊക്കെ ആയിട്ട് സംസാരിച്ച് കുക്ക് ചെയ്ത് മെല്ലെ കെടുക്കുള്ളൂ. എന്താ പറയുക, റൂമിലുള്ള വ്ളോഗ് ഞാൻ നോക്കട്ടെ. അത് പറ്റിയെങ്കിൽ എടുക്കുക. അതല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് വ്ളോഗ് തന്നെ നമ്മൾ ഡെയിലി ചെയ്ത കാര്യം തന്നെ റിപ്പീറ്റ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. ഓക്കെ, സൈനിങ് ഔട്ട് AZ വ്ളോഗ്.